വല്യൂന്നിന്റെ കല്യാണം മാഡത്തിന്റെ അനുഗ്രഹത്തോടെ നന്നായിട്ട് നടക്കും. ആനന്ദ്, ഇനി നീ ഉത്തരം പറയണം. ആനന്ദേ, അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ഈ കല്യാണം നടക്കുമോ ഇല്ലയോ? അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തൃച്ചംബരത്തിന് യോജിച്ച മരുമകളെ തന്നെ കിട്ടും. അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ കല്യാണം ഗംഭീരമായിട്ട് നടക്കും. അരവിന്ദ്, നിന്റെ അഭിപ്രായം എന്താ? ഇവിടെയെല്ലാം അമ്മ പറയുന്ന പോലെ നടക്കുന്നത്. ഇതും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നടക്കും. ആന്റി, എന്താ ഈ പറഞ്ഞത്? കല്യാണം നടക്കൂന്നാണോ അതോ നടക്കില്ലെന്നാണോ? ആനന്ദിട്ട് ആരൊക്കെ തമ്മിലുള്ള കല്യാണക്കാരിയെ പറഞ്ഞേ? എനിക്കൊന്നും പിടികിട്ടിയില്ല. ഓ, വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ രീടി. ഒന്നും മനസ്സിലാവാതെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാ അവളുടെ ഒരു... ഞാൻ കൃഷ്ണേട്ടനോട് ഈ ചോദ്യം ചോദിക്കില്ല. കാരണം ഞാൻ ഇപ്പൊ ഇവരോടെല്ലാം ഈ ചോദ്യം ചോദിക്കാൻ കാരണം കൃഷ്ണേട്ടനാ. ആനന്ദ്, കല്യാണം അടുത്ത സമയത്ത് എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു സംശയം ഒന്ന് വിലാസിന് ചോദിച്ചില്ലേ? അതെന്റെ സംശയമല്ല, കൃഷ്ണേട്ടൻ ഇന്നലെ എന്നോട് ചോദിച്ച സംശയം. ഓ, അതാണോ കാര്യം? കൃഷ്ണേട്ടന്റെ മനസ്സിലുള്ള സംശയം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോന്നറിയാനാ ഞാൻ എല്ലാവരോടും ചോദിച്ചത്. നിങ്ങളുടെ മനസ്സിലുള്ളത് അറിഞ്ഞു. ഇനി ഞാൻ ഈ തോക്കിനോട് ചോദിക്കാൻ പോവാ. ഈ തോക്കില് 3 ബുള്ളറ്റുണ്ട്. ഇപ്പോ ഞാനിത് എന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്യാൻ പോവാ. അയ്യോ ചേച്ചി! ആന്റി വേണ്ട. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നന്നായിട്ട് നടക്കുമെങ്കിൽ വെടിയുണ്ട പുറത്തു വരില്ല. നടക്കില്ല എങ്കിൽ തോക്കിൽ നിന്നും ബുള്ളറ്റ് പുറത്തേക്ക് വരും. ഈശ്വരാ, ബുള്ളറ്റ് പൊട്ടണേ. അഖിലേ, വേണ്ട. കല്യാണമൊക്കെ നടന്നോളും. ഇതാപത്താ. അമ്മേ വേണ്ട, ഇത് അപകടമാ. ചേച്ചി വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഈ കല്യാണം നന്നായിട്ട് നടക്കും. തോക്ക് മാറ്റ് ചേച്ചി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി പറഞ്ഞതാ. ആർക്കു വേണ്ടിയും പറഞ്ഞ വാക്ക് മാറ്റില്ല ഞാൻ. അഖിലേ, വേണ്ട. അമ്മേ, മാഡം വേണ്ട. ആന്റി വേണ്ട, പ്ലീസ്. അമ്മേ വേണ്ട, പ്ലീസ്.
അയ്യോ മൂന്ന് ചാൻസ് ഉണ്ട്. തോക്കിൽ നിന്നും ബുള്ളറ്റ് വന്നാൽ ഈ കല്യാണം നടക്കില്ല. വെടിക്കൊള്ളുന്നില്ലെങ്കിൽ ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടക്കും. അമ്മേ അമ്മേ വേണ്ട. മാഡം മാഡം വേണ്ട മാഡം അരുത് ആന്റി വേണ്ട പ്ലീസ് ആന്റി. അഖിലേ ഇത് ആപത്താണ്. വേണ്ട. ചേച്ചി വെടിവെക്കല്ലേ. അയ്യോ അമ്മ വേണ്ട. അഖിലേ പറഞ്ഞ കേക്ക്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഈ കല്യാണം തന്നെ നടക്കും. ചേച്ചി വേണ്ട പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അഖിലേ വേണ്ട. ആ തോക്കെടുക്ക്. കൃഷ്ണേട്ടാ മാറ്. വാക്ക് പറഞ്ഞ മാറ്റി ശീലമില്ല എനിക്ക്. ആന്റി വേണ്ട പ്ലീസ് ആന്റി. മാഡം അത് മാറ്റ്. അഖിലേ ആ വിവേകം കാണിക്കരുത്. അമ്മേ അമ്മേ വേണ്ട. ഞാനാ പറയുന്നത്. അഖിലേ തോക്കെടുക്കാൻ. അടുത്തേക്ക് വരരുത്. അയ്യോ കൃഷ്ണേട്ടാ. നോ. മാറി നിൽക്ക്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനല്ലേ. ആദ്യത്തെ 2 ചാൻസ് നീ എടുത്തു. മൂന്നാമത്തെ ചാൻസ് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ അച്ഛൻ വേണ്ട കേട്ടോ. അച്ഛൻ വേണ്ട അങ്കിൾ പറയുന്ന കേക്ക് വേണ്ട. അച്ഛൻ വേണ്ട. മാറിക്ക. ശിവരാമേട്ട പൊട്ടും പ്ലീസ്. ആരും വരരുത്. കൊള്ളാം ഇത് സൂപ്പർ ട്വിസ്റ്റ് ആണല്ലോ. ഏതായാലും കാണാൻ കൊള്ളാം. സൂപ്പർ. കൃഷ്ണേട്ടാ കൃഷ്ണേട്ടാ വേണ്ട വേണ്ട കൃഷ്ണേട്ടാ. വരല്ലെന്നല്ലേ പറഞ്ഞത്. നിന്നെ കൊണ്ട് തോക്കെടുപ്പിച്ചത് ഞാനല്ലേ. അതിന്റെ ശിക്ഷ ഞാൻ തന്നെ എടുത്തോളാം. അച്ഛൻ എന്താ കൃഷ്ണേട്ടാ കാട്ടിയത്? എന്താ അച്ഛ ഇത്? അച്ഛ അമ്മയെ സമാധാനപ്പെടുത്താനുള്ള അച്ഛൻ തന്നെ ഇങ്ങനെ. അമ്മ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താവുമായിരുന്നു സ്ഥിതി? അമ്മയെ തടയാൻ വേറൊരു വഴി കണ്ടില്ല ആനന്ദ്. ഞാൻ നിന്നോട് അങ്ങനെ ചോദിച്ചത് തെറ്റായിപ്പോയി. എന്നോട് വേണ്ട കൃഷ്ണേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. സഹിക്കില്ല എനിക്ക്. എനിക്ക് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായിട്ട് നിൽക്കാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നിന്നെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെയാവണം.
തോക്കൊന്ന് വെടി ഉതിർത്തിരുന്നെങ്കിലെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എല്ലാം വെറുതെ ആയി. ഞാനും മനസ്സിലെ കനവ് കണ്ടാൻറ്റി. അഖിലയുടെ തലച്ചോറ് ചിന്നിച്ചിതറുന്ന ദൃശ്യം. അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ നിന്നും ശിവരാമൻ അങ്കളുടെ കയ്യിലേക്ക് തോക്ക് വന്നപ്പോ എന്റെ ദേഹത്തേക്ക് ചൂട് മാറാത്ത ചോരത്തുള്ളികൾ തെറിക്കുന്നത് പോലെ തോന്നി. തൃച്ചംബരത്തിന്റെ അടിത്തറ ഇളകി തൂണുകൾ ഇളകുന്ന ശബ്ദമായിരുന്നു കാതുകളിൽ. ഈ ലിക്വിഡ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വിഷമൊന്നുമല്ല. തലവേദനക്കിടുന്ന യൂക്കാലി തൈല. അങ്കിൾ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട. ഇത് AC-യിൽ ഫിക്സ് ചെയ്ത AC-യിലൂടെ മുറിയിലെ വ്യാപിച്ച് തലവേദന മാറൂലെന്ന് എന്ന് കരുതി ചെയ്തതാ. അപ്പോ അന്ന് നീ തന്നെയാണ് ശിവരാമേട്ടനെ കൊല്ലാൻ നോക്കിയതല്ലേ? ഏയ് ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ശിവരാമൻ അങ്കിളുടെ കൊല്ലുകയോ? ദേ, എനിക്ക് തൃച്ചംബരത്തിന്റെ തകർച്ചയും അഖിലാണ്ടേശ്വരിയുടെ അന്ത്യവും മാത്രമാണ് ലക്ഷ്യം. ആന്റി, സംശയം വേണ്ട. വിലാസിനി ആന്റിയുടെ പട്ടാഭിഷേകത്തിൽ അവസാനിക്കുന്ന പക മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ആന്റി, ദേ നന്ദന. ഇവളെത്തിയോ? ആന്റി, വേറെ ആരെയും നോക്കുന്നേ? അല്ല, ഒരാള് കൊടുങ്കാറ്റായോ സുനാമിയായോ ഒക്കെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. അതാ. അതാരാ? മഹേശ്വരി. മഹേശ്വരി അമ്മേ. അത് ശരിയാണല്ലോ. നന്ദനയും അമ്മയും കൂടി ഒരുമിച്ച് ബാംഗ്ലൂർ പോയതാണല്ലോ. അവര് പിന്നെ എവിടെ പോയി? നിങ്ങൾ വാ. നന്ദനേ. അയ്യോ, എത്തിയോ? യാത്രയൊക്കെ സുഖായിരുന്നോ? അല്ല, അമ്മ വന്നില്ലായിരുന്നോ? അമ്മ വീട്ടിലേക്ക് പോയി. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. പോയൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ചെല്ല്. ആന്റി, അഖിലാന്റി വന്നതുകൊണ്ടായിരിക്കും മഹേശ്വരി അമ്മ വരാത്തത്. ഞാനും ഇത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു ആന്റി. ഏതായാലും നോക്കാം. വാ. വാ. അഖിലേ, നീ അത് കളഞ്ഞില്ലേ? ഏത്? എന്റെ നെറുകയിലെ കുങ്കുമം മായുന്നതോ? അഖില, ഞാനൊരു നിമിഷം ആ തോക്ക് തട്ടിമാറ്റാൻ വൈകിയിരുന്നെങ്കിലോ? കൃഷ്ണേട്ടൻ അണിയിച്ച ഈ താലിയില്ലാതെ, ഈ കരുതലും സാമീപ്യവും ഇല്ലാതെ തിരുച്ചമ്പരത്ത് അഖിലാണ്ടേശ്വരി ഇല്ല കൃഷ്ണേട്ട. എന്താ ഇത്? പാറ പോലെ ഉറച്ച മനസ്സുള്ള, ബിസിനസ് ലോകത്തെ പെൺസിംഹം എന്ന അപരനാമമുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണോ ഇത്? അത് ബിസിനസ് ലോകം. കൃഷ്ണേട്ടൻ തോക്ക് നെറുകയിൽ വെച്ചപ്പോ ഒരു നിമിഷം
ഞാൻ ഒന്നും അല്ലാതായിപ്പോയി. യാത്ര പാതി വഴിക്ക് അവസാനിപ്പിച്ച പോലെ. എന്തിനായിരുന്നു കൃഷ്ണേട്ടാ എന്നെ കുറിച്ചെങ്കിലും? അഖിലേ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഫീലിംഗ് എന്താണോ അത് തന്നെയാണ് നീ തോക്ക് നിന്റെ നിറകിൽ വെച്ചപ്പോൾ എനിക്കുണ്ടായത്. അതാ അപ്പോൾ എന്റെ സർവ്വ നിയന്ത്രണങ്ങളും കൈവിട്ടു പോയത്. അഖിലേ, ഒരു നിമിഷം പോകേണ്ടത് നീയല്ല, നിന്നെ അതിനെ പ്രേരിപ്പിച്ച ഞാനായിരിക്കണമെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് എന്റെ മക്കളുടെ വാക്കുകൾ പോലും ഞാൻ കേട്ടില്ല. സോറി. അഖിലയില്ലാത്ത തൃച്ചംബരത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നീ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലും പകലിനും എന്ത് ദൈർഘ്യമായിരുന്നു അറിയാമോ നിനക്ക്? അതിനെല്ലാം ഉപരി മഹേശ്വരി സ്വത്ത് ഭാഗം വയ്ക്കണമെന്ന് പറഞ്ഞ ദിവസം, നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഐക്യം ഞാൻ മനസ്സിലാക്കിയ ദിവസം, അപ്പോൾ നീ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. നമ്മുടെ മക്കൾക്ക് 2 ശരീരമാണെങ്കിലും ഒരു മനസ്സാണാക്കില്ല. എനിക്കറിയാം. എന്നാലും കൃഷ്ണേട്ടനോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയേ ബാക്കിയുള്ളൂ എന്ന്. മരണം. അതെന്റെ കൃഷ്ണേട്ടന്റെ മടിയിൽ കിടന്നു വേണം സംഭവിക്കാൻ. എന്റെ കൃഷ്ണേട്ടന്റെ അടയാളമായി ഞാൻ സിന്ദൂര രേഖയിൽ ചാർത്താറുള്ള കുങ്കുമത്തോടെ സുമംഗലിയായി. അഖില, അതെ കൃഷ്ണേട്ട, കൃഷ്ണേട്ടന്റെ മടിയിൽ കിടന്നു വേണം എനിക്ക് മരിക്കാൻ. അഖില, ജീവിതം ഒരു ചതുരംഗ കളിയാണ്. അതിൽ ആദ്യ നീക്കം മാത്രമേ നമ്മുടെ ഇഷ്ടത്തിന് നീക്കാൻ പറ്റുകയുള്ളൂ. പിന്നീടുള്ള നീക്കങ്ങളെല്ലാം അവസരോചിതമായിട്ടേ പറ്റുകയുള്ളൂ. മരണവും നമ്മുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കില്ല നടക്കുന്നത്. ഏതോ ഒരു ലോകത്ത് ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ കാണുന്ന സ്വപ്നമാണ് ഭൂമിയിലെ ഈ ജീവിതം. ഇവിടെ നമ്മൾ മരിക്കുമ്പോൾ അവിടെ നമ്മൾ ഉണരും. അപ്പോഴും എന്റെ അരികിൽ അഖിലയുണ്ടാവും. അതുകൊണ്ട് ഏതായാലും മരിക്കാനൊക്കെ വരട്ടെ. ആദ്യം നമുക്ക് ആനന്ദിന്റെ കല്യാണമൊക്കെ നടത്താൻ നോക്കാം. അഖിലെ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ഉണരുമ്പോ എന്റെ സഹധർമ്മിണിയുടെ ഹൃദയത്തിൽ ഒരു കനലായി കിടക്കും. അത് വേണ്ട. ആന്റി, എത്തിയോ? കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സംഘാടക എത്തിയല്ലോ. എന്താ കയ്യിൽ ബാഗൊക്കെ? നേരെ ഇങ്ങോട്ടാണ് വന്നതെന്ന് തോന്നല്ലോ. അതെ അങ്കിളെ, ആന്റിയെ കണ്ടിട്ട് കയറാന്ന് വിചാരിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? സുഖായിരുന്നു. ഇനി കല്യാണം വരെ എങ്ങോട്ടും യാത്ര വേണ്ട. നീ വേണോ എല്ലാം നോക്കാൻ. ശരി ആന്റി. മഹേശ്വരി വന്നിട്ടുണ്ടോ? ഇല്ല ആന്റി, അമ്മ വീട്ടിലേക്ക് പോയി. ശരി, യാത്ര കഴിഞ്ഞതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ, ശരി. ഓക്കെ അങ്കിൾ. നന്ദന, ഫ്രഷായി ഹാളിലേക്ക് വരണം. കല്യാണ കാര്യങ്ങൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ഓക്കെ അങ്കിൾ, ശരി, പോട്ടെ. മഹേശ്വരി ഷെയർ ചോദിച്ചതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും വരാതിരുന്നത്. അവര് കുറ്റം ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നിയാലല്ലേ കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചുവെന്ന് ഇപ്പൊ ഞാൻ ഓർപ്പിക്കുന്നു. അതാണ് മഹേശ്വരി തൃച്ചംബരത്തേക്ക് വരാത്തത്. ഒരുപാട് ഫയലുകൾ പെൻഡിംഗ് ഉണ്ട്. കൃഷ്ണട്ട, ഇനി ഏത് യമദേവം വന്നാലും നമ്മുടെ സ്വപ്നത്തിൽ ആനന്ദിന്റെ അരവിന്ദിന്റെ മക്കളെയും താലോലിച്ചിട്ടേ നമ്മൾ ഉറക്കണ വരികയുള്ളൂ.